നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കേസുകളിലും വിവാദങ്ങളിലും പ്രതികരണവുമായി ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയങ്ങളിലും വിവാദങ്ങളിലും തനിക്ക് ആശങ്കയോ ഭയമോ തോന്നിയിട്ടില്ല എന്ന് ഇന്ന് സ്ഥാനമൊഴിയുന്ന ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നാണ് തൻ്റെ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. താരതമ്യേന പരാതിരഹിതമായ തീർത്ഥാടന കാലത്ത് അയ്യപ്പനെ സേവിക്കാൻ കഴിഞ്ഞു എന്നതിൽ താൻ സന്തോഷവാനാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം എല്ലാം നന്നായി തന്നെ നടക്കുകയുണ്ടായി. ഒരു ഭാഗത്തു നിന്നും ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു. അത്തരത്തിലുള്ള മണ്ഡലകാലമാണ് കഴിഞ്ഞ തവണ നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ നല്ല രീതിയിൽ തന്നെ പൂജയും മറ്റും ചെയ്യാൻ തനിക്ക് സാധിച്ചു. ശബരിമലയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ദുഃഖവും സന്തോഷവും ഒരുപോലെ തന്നെ തനിക്കുണ്ട്. ഭഗവാനെ വിട്ടുപോകുന്നതിൽ ദുഃഖമുണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നതിൽ അതിനേക്കാൾ ഏറെ സന്തോഷമുണ്ട് എന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സുഹൃതം കൊണ്ടാണ് ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടിയതെന്നും ഇപ്പോൾ ഇന്ന് സ്ഥാനമൊഴിയുന്ന മേൽശാന്തി പ്രതികരിക്കേണ്ടായി. ഗുരുനാഥന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഈ അവസരം തനിക്ക് വന്നു ചേർന്നതെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ന് രാത്രി ഹരിവരാസനം കഴിഞ്ഞാൽ 18-ാം പടി ഇറങ്ങി നമസ്കരിച്ച ശേഷം ഇല്ലത്തേക്ക് മടങ്ങും. വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ തനിക്ക് സമയമുണ്ടായിട്ടില്ല. ഭഗവാനെ സേവിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. അത് ഭംഗിയായി ചെയ്തുവെന്നും അരുൺകുമാർ നമ്പൂതിരി വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹം ഇന്ന് സ്ഥാനമൊഴിയുകയാണ്. വളരെ സന്തോഷവാനായിട്ട് ഈ ഒരു വിവാദങ്ങൾ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഇതിൽ നിന്ന് തനിക്കൊരു ആശങ്കയും ഉത്കണ്ഠയും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഉപ്പ് തിന്നവർ മാത്രമേ വെള്ളം കുടിക്കേണ്ടതുള്ളൂ എന്നതും മടിയിൽ കനമില്ലാത്തവർ ഭയക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം നമുക്ക് മറ്റ് ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ സാങ്കേതിക ന്യായങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനാണ് വാസു ശ്രമിക്കുന്നത്. സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പായത് ക്ലറിക്കൽ പിഴവ് മാത്രമാണെന്നും പാളികൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചപ്പോൾ താൻ കമ്മീഷണർ സ്ഥാനത്ത് ഇല്ല എന്നുമാണ് വാസു മുന്നോട്ട് വയ്ക്കുന്ന വാദം. 2018 ഫെബ്രുവരി 1 മുതൽ 2019 മാർച്ച് 14 വരെ മാത്രമാണ് താൻ ചുമതലകൾ വഹിച്ചത്. കമ്മീഷണർ ആയിരുന്നപ്പോൾ കട്ടിളപ്പാളി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ തന്റെ മുന്നിലെത്തിയ കാര്യം വാസു സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേസിൽ വാസു ഗൂഢാലോചന നടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരുന്നു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ 3-ാം പ്രതിയാണ് നിലവിൽ വാസു. അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് സ്ഥാപിക്കാനായിരുന്നു വാസു ശ്രമിച്ചത്. 2019 മാർച്ച് 20 കട്ടിളപ്പാളി പോറ്റിക്ക് നൽകാൻ ബോർഡ് തീരുമാനിക്കുന്നത് താൻ ഓഫീസ് വിട്ട ശേഷമാണെന്നായിരുന്നു വാസു വാദം മുന്നോട്ട് വെച്ചത്. എന്നാൽ 2019 മാർച്ച് 6-നാണ് സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളാക്കിയ കമ്മീഷണറുടെ കത്ത് ബോർഡിന് പോയത്. എന്നാൽ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്താനാണ് വാസു ശ്രമിക്കുന്നത്. റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ചെമ്പുപാളികൾ എന്ന് മാത്രമാണ്, പിന്നീടാണ് സ്വർണം പൂശി എന്നത് ചേർത്തിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് ചെമ്പുപാളി എന്ന് മാത്രം എഴുതിയതിനാലാകാം കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ബോർഡിന് പോയ ശുപാർശയിൽ ഇക്കാര്യം വിട്ടുപോയതെന്നും പ്രതിഭാഗം വാദിച്ചു. അതേസമയം നിയുക്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന്റെ ഒരു പ്രതികരണം. അദ്ദേഹം പറയുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള സംഭവങ്ങൾ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാകില്ലെന്ന് ചുമതലയേറ്റ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭക്തരുടെ വിശ്വാസം ഇനി വ്രണപ്പെടില്ലെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നത് വാസ്തവമാണ്. ആ സ്ഥിതിക്ക് മാറ്റം വരും. ഭക്തർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് അംഗമായി മുൻ മന്ത്രിയും CPI പ്രതിനിധിയുമായ K. രാജുവും ചുമതലയേറ്റിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകാൻ തയ്യാറെടുപ്പിലാണ്. വാസുവിനെ വിശദമായി ചോദ്യം ചെയ്യുക എന്ന തീരുമാനത്തിലാണ് SIT ആയിരിക്കുന്നത്. വാസുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മാത്രമല്ല, ഇനി അടുത്ത നിർണായക കടമ്പ N. പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്യും. പത്മകുമാറിനോട് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് 2 ദിവസത്തെ സാവകാശം തേടുകയായിരുന്നു. ഇത് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കുക എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തും. അതേസമയം
ശബരിമല സ്വർണ്ണക്കൊലയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടത്താൻ SIT സംഘം ഒരുങ്ങുകയാണ്. ശ്രീകോവിലെ ദ്വാരപാലകപ്പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ SIT നാളെ ശേഖരിക്കും. പരിശോധന നടത്തുന്നതിനായി SIT സംഘം പമ്പയിലെത്തിയിട്ടുണ്ട്. SP ശശിധരനും സംഘവുമാണ് എത്തിയത്. പോറ്റി പണി ചെയ്തു കൊണ്ടുവന്ന എല്ലാ സ്വർണ്ണപ്പാളികളുടെയും ചെമ്പ് പാളികളുടെ സാമ്പിൾ ശേഖരിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ശാസ്ത്രീയ പരിശോധന കേസിൽ ബലം പകരുമെന്നാണ് വിലയിരുത്തൽ. ശബരിമലയിൽ തിരുത്തൽ ഉണ്ടാകുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നിർണായക അറസ്റ്റുകൾ ഉണ്ടായി. മുരാരി ബാബു, വാസു, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇനി അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്ന ഒരു ചോദ്യമാണ് നിലവിൽ വരുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് ആയിരിക്കുമോ? പത്മകുമാർ അദ്ദേഹം സാവകാശം ചോദിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചപ്പോൾ എന്തായാലും ഇനിയും അധികം സാവകാശം നൽകാനാകില്ല എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരാളുടെ അറസ്റ്റ് ചൊവ്വാഴ്ച വരെ കോടതി തടയുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണവുമായിട്ട്. വരും മണിക്കൂറുകളിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ തീർച്ചയായിട്ടും അറസ്റ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളെ പത്മകുമാർ ഹാജരാകുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. വരും മണിക്കൂറുകളിലൊക്കെ നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.